ശരിക്കും പറഞ്ഞാൽ ഷാരികയും ആദില നൂറ കപ്പിൾസും തമ്മിൽ എന്താണ് പ്രശ്നം? എനിക്ക് ശരിക്കും അറിയത്തില്ല. ഈ ഷാരികയ്ക്ക് പണ്ട് തൊട്ടേ തുടക്കം തൊട്ടേ ആദിലേനെ തീരെ ഇഷ്ടമല്ല. ആദില നോക്കി പേടിപ്പിക്കുന്നത്, ആദിലയുടെ നോട്ടം എന്നൊക്കെ പറഞ്ഞ് ഷാരിക കുറെ കിടന്ന് കച്ചറ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഇത്രയും വലിയൊരു പുഴുക്കുത്തോ എന്തോ ഒരു വാക്ക് ആ ഷാരിക കിടന്ന് സെൽഫായിട്ട് തന്നെ പറയുന്നുണ്ട്. സരികേനെയാണ് ഷാരിക ഇത് വിളിക്കുന്നത്. പക്ഷെ ഈ സംസാരവും ഈ ഒരു കച്ചറ ക്യാരക്ടറും കണ്ടിട്ട് ആ ഷാരിക വിളിച്ച വാക്ക് ഷാരികയ്ക്ക് തന്നെ കൊടുക്കാം. എന്തായാലും ലൈവിൽ സംഭവിച്ച ഒരു വലിയ ഭൂകമ്പം അത് നമുക്ക് എന്താണെന്ന് നോക്കാം. സോ സീരിയൽ ഗ്രാൻഡ്മ നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് കാണുമെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. സംഭവം എന്ന് വെച്ചാൽ എല്ലാവരും ദോശ കഴിക്കുകയാണ്. ദോശ കഴിക്കുന്ന കാര്യത്തിൽ നമ്മുടെ അനുമോള് നല്ല പോലെ കസറിയിട്ടുണ്ട്. 35 ദോശ എങ്ങാണ്ടാണ് മറ്റേ അപ്പാനി എങ്ങാണ്ട് അവസാനം വന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു അടുക്കളയിൽ കയറില്ല എന്ന് പറഞ്ഞ് മാറി നിന്ന അനുമോള് ആരും പറയാതെ തന്നെ അടുക്കളയിൽ കയറി ദോശയൊക്കെ ചുട്ട് കാര്യമായിട്ട് എല്ലാവരെയും സഹായിക്കുന്നുണ്ട്. മീൻസ് എല്ലാവരെയും സഹായിക്കല്ല, ആ വീട് ഫുഡ് കഴിച്ച് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അത് ഈ പറയുന്ന അനുമോള് കാരണമാണ് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അനുമോള് ബോധപൂർവം അതിൽ കയറി നിന്ന് ഈ ദോശയൊക്കെ ഉണ്ടാക്കുന്നതാണോ? എന്തായാലും അതൊരു ഗെയിം സ്ട്രാറ്റജി ആണെങ്കിൽ കൂടിയും അല്ലെങ്കിൽ കൂടിയും അനുമോൾ അത് ഭയങ്കരമായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഇവരെല്ലാവരും ഫുഡ് കഴിക്കാൻ, മോർണിംഗ് ആക്ടിവിറ്റി കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ വന്നിരിക്കുമ്പോൾ ഷാരികയും അതുപോലെ തന്നെ ആദില, അതിന്റെ കൂടെ അടുത്തായിട്ട് തന്നെ ശൈത്യയാണെങ്കിൽ ആദിലിനെ വിടുന്നില്ല. കാരണം എന്തുവാ, ശൈത്യക്ക് പണി കിട്ടിയതുപോലെ ഇനി അനുമോള് ആദിലയെ ഇതേ കണക്കാണ്, താൻ അനുഭവിച്ച അതേ ദുഃഖം ആദില അനുഭവിക്കേണ്ടി വരും. അത് കയ്യിലിരിപ്പ് കൊണ്ടാണ്. ശരിക്കും പറഞ്ഞാൽ ശൈത്യ ഇന്നലെ രാത്രി പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ അനുമോള് തന്നെ ബാക്ക് സ്റ്റാബ് ചെയ്തു, അതേപോലെ ഇപ്പൊ ഇവർ രണ്ടുപേരെയും ബാക്ക് സ്റ്റാബ് ചെയ്യുകയാണ്, ആദിലയോടും ഇതേപോലെ തന്നെയാണ് അനുമോള് ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ശരിക്കും ഇതുവരെ അനുമോള് ശൈത്യയെക്കുറിച്ചായിക്കോട്ടെ, അനുമോള് ആദില നൂറ അവരെ കുറിച്ചായിക്കോട്ടെ വേറൊരു വ്യക്തിയെടുത്ത് വന്ന് കുറ്റം പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. അനുമോൾ അങ്ങനെ ഒരു കുറ്റം പറഞ്ഞ് നടന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടേയില്ല. പിന്നെ ഷാനവാസ് വന്നിരുന്ന് അനുമോളോട് ഈ ആദില നൂറ അവര് എന്തിനാണ് കൂട്ടുകൂടിയതെന്നൊക്കെ ഷാനവാസ് പറഞ്ഞപ്പം അത് കേട്ടിരുന്ന് എനിക്കിപ്പോ മനസ്സിലായി എന്നൊക്കെ അനുമോള് പറഞ്ഞ് സമ്മതിച്ചിട്ടുണ്ട്. പക്ഷെ അല്ലാതെ അനുമോളായിട്ട് അനുമോളുടെ വായിൽ നിന്ന് തന്റെ കൂട്ടുകാരികൾ എന്നുള്ളൊരു കൺസിഡറേഷൻ വിട്ട് ഇവരെ കുറിച്ചൊരു കുറ്റം പറഞ്ഞ് മറ്റൊരാളടുത്ത് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ബാക്ക് സ്റ്റാബ് ചെയ്തൊരു വ്യക്തിയായിട്ട് അനുമോളെ കുറിച്ച് എനിക്ക് തോന്നിയിട്ടേയില്ല. അപ്പോൾ ഏതായാലും ഇപ്പം ശൈത്യ നമ്മുടെ ആദിലേനെ ഇങ്ങനെ പൊക്കി കൂടെ കൊണ്ട് നടക്കുകയാണ്. അപ്പൊ അവർ ഫുഡ് കഴിക്കാൻ നിർത്തി. ഇവർ തമ്മിൽ ഭയങ്കര സംസാരം കണ്ടപ്പോഴത്തേക്ക് ഷാരികയ്ക്ക് അങ്ങോട്ട് ചൊറിഞ്ഞു വന്ന്, ഷാരിക നിനക്ക് മതിയായില്ലേടി, നിനക്ക് നിർത്താറായില്ലേടി, നിനക്ക് കിട്ടിയല്ല, ബിഗ് ബോസിൽ അങ്ങനെ റിയൽ ഫ്രണ്ട്ഷിപ്പ് ഇല്ല, ബിഗ് ബോസ് അങ്ങനെ ഒരു സൗഹൃദം അങ്ങോട്ട് കൊണ്ടുപോകത്തില്ല, നിനക്ക് ഇനിയും മതിയായില്ലേടി, നീ ഒരു വക്കീലാണോടി, വക്കീലാണെങ്കിൽ ഇങ്ങനെയാണോ സംസാരിക്കുന്നത്, വക്കീലാണെങ്കിൽ കുറച്ച് ബോഡി ലാംഗ്വേജ് ഒക്കെ വേണം എന്നൊക്കെ പറഞ്ഞ് ശാരിക എന്റെ പൊന്നെ ഞാൻ മ്യൂട്ട് അടിക്കണോ, ഇത് കേൾക്കാതെ എങ്ങനെയാ നമുക്ക് കോണ്ടന്റ് ചെയ്യാൻ പറ്റുക, റിവ്യൂ പറയണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ കേൾക്കും, വീണ്ടും ബാക്ക് അടിക്കും. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്നിട്ട് വീണ്ടും ഈ പറയുന്ന ഷാരിക പറയാ വന്ന അന്ന് തൊട്ട് ആദില കുത്തിത്തിരിപ്പാണ് എന്ന്. ശരിക്കും പറഞ്ഞാൽ ആദിലയുടെയും നൂറയുടെയും ഒക്കെ എന്ന് പറയുന്നത് അവർക്കൊരു കണ്ണിങ് ആയിട്ടുള്ള ഒരു റിജിഡ് ആയിട്ടുള്ള ഒരു കുറെ സ്റ്റേറ്റ്മെന്റ്സും അവർക്ക് അവരുടേതായിട്ടുള്ള നിലപാടുകളും ഉണ്ട്. അത് ഈ പറയുന്ന ആദിലയും നൂറയും ഇതുപോലൊരു ബിഗ് ബോസ് ഹൗസിൽ വന്നിട്ട് അവർക്ക് സത്യത്തില് ഈ ഒരു അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത കുറെ ക്യാരക്ടേഴ്സിന്റെ ഇടയിൽ ആദിലയും നൂറയും വന്ന് പെട്ടുപോയിട്ടുമുണ്ട്. പക്ഷെ ഉൾക്കൊള്ളാൻ പറ്റാത്ത ആ കഥാപാത്രത്തെ അല്ലെങ്കിൽ അനുമോളെയൊന്നും ആദിലേക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ക്യാരക്ടറേ അല്ല. എങ്കിലും അനുമോളോടൊക്കെ കുറച്ചധികം മിണ്ടിയും കൂട്ടുകൂടിയും അഡ്ജസ്റ്റ് ചെയ്തും ഒക്കെ അതിലെങ്ങ് നിൽക്കുകയാണ്. എന്തിനാ? വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ഒരു സർവൈവ് ചെയ്ത് 100 ദിവസം എത്തിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ആദില ഈ പറഞ്ഞ അനുമോളെ കൂട്ടുകൂടിയത്. പക്ഷേ അത് ഈ പറയുന്ന ഷാരിക എന്നാണോ ഈ കുത്തിത്തിരിപ്പെന്ന് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായില്ല. ഏതായാലും ശരി, അവിടെ അങ്ങ് വലിയ വഴക്കായി. അങ്ങനെ ഈ വഴക്കിനിടയിൽ സരിക വരുന്നു, സരിക കേട്ടോണ്ടിരിക്കുന്നു, ഷാനവാസും മുൻഷിയും അവിടെ വന്നിരിക്കുന്നു, അനീഷ് അവിടെ ഇരുന്നിട്ട് നിങ്ങളൊക്കെ ഒന്ന് നിർത്ത്, ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കരുത് എന്ന് കിടന്നു ഇടപെടുന്നു. അനീഷ് ഭയങ്കരമായിട്ട് ഇടപെടുന്നു. പിന്നെ അവസാനം അനുമോളും വന്നിട്ട് ആദിലയുടെ എന്തോ ഉപദേശിച്ചിട്ട് പോകുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഒരു വലിയ സംസാരം നടക്കുന്ന സമയത്ത് ഈ സരികയ്ക്ക് ഈ ബോഡി ലാംഗ്വേജ് അങ്ങോട്ട് പിടിച്ചില്ല. അതായത് ഷാരിക എപ്പോഴും പറയും, നീ ഒരു വക്കീലാണെങ്കിൽ നിനക്ക് അതിനുള്ളൊരു കഴിവില്ല, നീ അതിൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് പോലുമില്ല, നീ അതനുസരിച്ച് സംസാരിക്കുന്നില്ല, സംസാരിക്കേണ്ടടുത്ത് നീ സംസാരിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ശൈത്യനെ ഷാരിക ഭയങ്കരമായിട്ട് ബ്ലെയിം ചെയ്യുന്നുണ്ട്. അപ്പൊ സരിക പറയുന്നുണ്ട്, അന്ന് തൊട്ടേ തുടങ്ങിയതാ നിങ്ങൾക്ക് ഈ ഒരു ബോഡി ലാംഗ്വേജിന്റെ കാര്യം, അങ്ങനെ ബോഡി ലാംഗ്വേജ് പണ്ടേ പറയുന്നു പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യുന്ന കണക്ക് ഇവരൊക്കെ ഇല്ലേ എന്തോ പറയാം
അന്ന് നിന്നിട്ട് തുടരാൻ പറ്റാത്തതിന്റെ എല്ലാ ഫ്രസ്ട്രേഷൻസും തീർക്കുക. ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുന്നത് ഈ ഹൗസിൽ വന്ന് കിടന്ന് അങ്ങ് അലമ്പ് കാണിച്ച് കാച്ചറ സ്വഭാവം കാണിച്ചില്ല. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് റെന ഫാത്തിമയും നൂറയും തമ്മിൽ ഒരിടയ്ക്ക് ഭയങ്കരമായിട്ട് സംസാരിച്ച് വഴക്കുണ്ടാക്കുമായിരുന്നല്ല. നീ ആരാണ് നീ എന്നും പറഞ്ഞിട്ട് സംസാരിക്കുന്ന കണക്ക്. അതേപോലെ ഈ ആദിലെ പറഞ്ഞതിന്റെ ദേഷ്യത്തില് നൂറ ഈ പറയുന്ന മറ്റേ തക്കാളി ശാരിക എന്നും പറഞ്ഞിട്ട് ശാരികേനെ നൂറ എടുത്തിട്ട് വഴക്ക് പറയാൻ തുടങ്ങി. അവസാനം വാഴ എന്ന് പറഞ്ഞിട്ട് അത് കിടന്ന് വഴക്കുണ്ടാക്കാൻ പറഞ്ഞു. പിന്നെ ഇവർ രണ്ടുപേരും പിന്നെ അങ്ങ് അടിയായി. അങ്ങനെ അത് മൊത്തത്തിലൊരു അടി ബഹളമയമായി മാറിയിരിക്കുകയാണ്. ശരിക്കും ഇവരൊക്കെ വന്നിരിക്കുന്നത് ഇവരുടെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ബിഗ് ബോസ് ആണെങ്കിൽ ഇതിനകത്തൊന്നും ഇടപെടുന്നില്ല. ബിഗ് ബോസ് എന്തായാലും ഇപ്പൊ കിടന്ന് ഉറങ്ങുവാന്ന് തോന്നുന്നു, പാവിരിച്ച് കിടന്ന്. കാരണം വെച്ചാൽ ഇവിടെ എന്തായാലും പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടാകും എന്നുള്ളത് ബിഗ് ബോസിന് നന്നായിട്ട് അറിയാം. ഏതായാലും ശരി, ശൈത്യ അനുമോൾ എന്ന് പറയുന്ന ആ ഒരു ഫ്രണ്ട്ഷിപ്പ് പോലെ തന്നെ ഈ പറയുന്ന ആദിലയും അനുമോളെ ചീറ്റ് ചെയ്യാൻ ഏറെക്കുറെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ എങ്കിലും ശൈത്യയുടെ അത്രയൊന്നും ആദില ഒരിക്കലും അനുമോളോട് അത്ര ചീപ്പായിട്ട് ബിഹേവ് ചെയ്തിട്ടില്ല. മാത്രമല്ല ഇന്നലെ രാത്രി അനുമോൾ പറഞ്ഞതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വഴക്കടിച്ച് പിണങ്ങുമെങ്കിൽ കൂടിയും ഈ പറയുന്ന അനുമോൾക്കും ആദിലയ്ക്കും ഇടയിൽ ഒരു ബോണ്ട് ഉണ്ട്. ആ ബോണ്ടയുടെ പേരിലാണ് ഇവരിങ്ങനെ പിന്നെയും മിണ്ടുന്നതും കൂട്ടുകൂടുന്നതും എന്ന് അനുമോൾ ഇന്നലെ പറഞ്ഞിരുന്നു. അതേപോലെ ശൈത്യയല്ല ആദില, ആദിലയല്ല ശൈത്യ. ശൈത്യ ശരിക്കും കട്ടപ്പയാണ് ശൈത്യ, അതിന് ഒരു തർക്കവും ഇല്ല. അതിന് അവൾ എത്ര വെളുപ്പിക്കാൻ ശ്രമിച്ചാലും എന്ന് എല്ലാവരും പറയും പോലെ എനിക്കും പറയാനുള്ളൂ. കാരണം ശൈത്യ എത്ര വെളുപ്പിക്കാൻ ശ്രമിച്ചാലും കട്ടപ്പ കുട്ടപ്പയാകില്ല. ഏതായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. അതുപോലെ സീരിയൽ കാണുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ഞാൻ പോയി വരാം. ബൈ.